2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ വയനാട്ടിൽ കനത്ത ജാഗ്രത. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചു. സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പരിസര പ്രദേശങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ബുധനാഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നും കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പ്രതികരിച്ചു. സുൽത്താൻ ബത്തേരി കോളിയാടിമാർ ബാസലിയോ സ്കൂളിലെ 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് കഴിഞ്ഞ ദിവസം ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ബുധനാഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത് 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ടായി. 339 കുട്ടികളാണ് രോഗലക്ഷണങ്ങളോട് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 59 പേർ വിവിധ ആശുപത്രികളിൽ കിടത്തി ചികിത്സയിലാണ്. രോഗബാധിതരുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരീക്ഷണവും നടത്തും. അതേസമയം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 9 കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.